ഇത് ചക്കരക്കൊല്ലി എന്ന ഔഷധ. കൃഷ്ണ ഗുരുവായൂരപ്പ പുറത്രൈശ. സംപൂജ്യനായ അധ്യക്ഷന്റെ ഞാൻ അർഹിക്കുന്നതിനേക്കാൾ നന്മ നിറഞ്ഞ വാക്കുകൾക്ക് പ്രണാമമർപ്പിക്കുന്നു. ആദ്യം തന്നെ സംപൂജ്യനായ അധ്യക്ഷനും എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമമർപ്പിക്കുന്നു. കാവുകളും കുളങ്ങളും ഭാരതീയ സംസ്കൃതിയുടെ അവിഭാജ്യ ഘടകമായതിനെക്കുറിച്ചുള്ള ഈ പ്രഭാഷണത്തില് ചക്കരക്കൊല്ലി എന്ന ഔഷധ സസ്യം നൽകി തന്നെ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ട്. ഗോപാലകൃഷ്ണൻ മധുരമുള്ളത് പറഞ്ഞാലും കയ്പുള്ളത് പറഞ്ഞാലും ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അതാണ് ചക്കരക്കൊല്ലിയുടെ പ്രത്യേകത തന്നെ. ശരിക്കും ഞാൻ പലർക്കും ക്ലാസ് എടുക്കുമ്പോൾ 4 ഇംഗ്ലീഷ് വാക്കുകൾ പറയാറുണ്ട്. ഇന്റേണലി റെവല്യൂഷൻ ചേഞ്ച് ഷുഡ് ടേക്ക് പ്ലേസ് ആൻഡ് എക്സ്റ്റേണലി എവല്യൂഷണറി ചേഞ്ച് ഷുഡ് ടേക്ക് പ്ലേസ്. അകത്ത് വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാവണം, അത് പുറത്ത് എവല്യൂഷണറി ചേഞ്ച് ആവണം. അകത്ത് വയലന്റ് ചേഞ്ച് ഉണ്ടാവണം, പുറത്ത് സൈലന്റ് ചേഞ്ച് ഉണ്ടാവണം. ഈ 85, 90, 100 രൂപ കൊടുത്ത ഒരു ബൊക്കയും ഗോപാലകൃഷ്ണൻ ഒരു മാലയും തരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഔഷധ സസ്യം തരാം. ഇതാണ് ഇന്റേണലി വയലന്റ് ചേഞ്ച്. ചിലതെല്ലാം പ്രതീകാത്മകവും വസ്തുതാത്മകവുമാകാൻ സാധിക്കുമ്പോഴാണ് മഹത്വമേറുക. ആ ഒരു വലിയ ദൗത്യത്തിന് യോഗക്ഷേമ സഭ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയില് സന്നദ്ധരായതില് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. മാറ്റം പുറത്ത് മാത്രം വന്നാൽ പോരാ, മാറ്റം പുറത്തുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, മാറ്റങ്ങൾ പുറത്തുണ്ടാക്കാൻ വേണ്ടി മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാലും പോരാ. മാറ്റമുണ്ടാവേണ്ടത് ആദ്യ അകത്താ. അകത്ത് മാറ്റമുണ്ടാവാത്തിടത്തോളം പുറത്ത് മാറ്റമുണ്ടാവണമെന്ന് പറയാൻ പോലും നമുക്ക് അർഹതയില്ല. അപ്പോ ചേഞ്ച് ഷുഡ് സ്റ്റാർട്ട് ഫ്രം വിത്തിൻ അസ്. അതുകൊണ്ടാ നമ്മളെല്ലാവരും വേദമന്ത്രം ചൊല്ലുമ്പോ വേദമന്ത്രത്തിന്റെ മാത്രം അവസാന ഭാഗത്തിൽ 3 ശാന്തി പറയാറുണ്ട്. ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യത്തേത് ആധ്യാത്മിക ശാന്തി, നമ്മളുടെ ശരീരത്തിനകത്തുണ്ടായിരിക്കേണ്ട ശാന്തത, ഉജ്ജ്വലമായ പീസ്. അത് കഴിഞ്ഞിട്ട് ആദ്യ ഭൗതിക ശാന്തി, നമുക്ക് ചുറ്റുമുണ്ടാവേണ്ടത്. സയന്റിഫിക്കലി പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എന്നെ കേന്ദ്രമാക്കി 26 അടി റേഡിയസില് ഒരു സർക്കിള് വരച്ചാൽ, 26 അടി റേഡിയസില് ഒരു സർക്കിള് വരച്ചാൽ ആ സർക്കിളിനകത്തുള്ളതെല്ലാം എന്നെ സ്വാധീനിക്കും. ആ സർക്കിളിനകത്തുള്ളതിനെ എല്ലാത്തിനെയും ഞാനും സ്വാധീനിക്കും. ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ. അത് ആദി ഭൗതിക ശാന്തി. 3ാമത്തേത് അധിദേവതാ ശാന്തി അല്ലെങ്കിൽ ആദിദേവതാ ശാന്തി. ഈ 3ഉം നമ്മള് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് യോഗക്ഷേമ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സംഘടനയുമായി ബന്ധപ്പെടുന്നവരെല്ലാം വേദമന്ത്രം ചൊല്ലുമ്പോ 3 ശാന്തി പറയുന്നതിന്റെ പ്രധാനം സ്റ്റാർട്ടിങ് ഫ്രം അവേഴ്സെൽഫ്, നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ആരംഭിക്കേണ്ടത്. പൂജ തന്ത്രം ചെയ്യുന്നവര് ധാരാളമുണ്ട്. നേരെ അമ്പലത്തിനകത്തോ വിളക്കിന്റെ മുമ്പിലോ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം
മന്ത്രം ചൊല്ലി അവനവനെ പ്രോക്ഷണം ചെയ്ത് ചന്ദനമെടുത്ത് നെറ്റിയിലും കഴുത്തിലും സൈഡിലും കൊടുത്ത് 3 പൂവെടുത്ത് മൂലമന്ത്രം ചൊല്ലി അവനവന്റെ തലയിൽ തന്നെ ഇട്ട് രമ്മം പാത്മാ ജലം കൽപ്യാമി എംവായുവാശത്ന ദീപം കൽപ്യാമി ധൂപം കൽപ്യാമി പുഷ്പം കൽപ്യാമി ഗന്ധാനി സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് ഠം അമൃതേ അമൃതാനനെ അമൃതോത്ഭവേ അമൃതേശ്വരി അമൃതവർഷിണി അമൃതം ശ്രാവയ ശ്രാവയ സ്വാഹ. അവനവന് തന്നെയാ കൊടുക്കുക. അവന് തന്നെ ചേഞ്ച് ഉണ്ടാവേണ്ടത് നമ്മളിൽ നിന്നാണ്. അങ്ങനെ നമ്മളിൽ നിന്നുള്ള ചേഞ്ച് ഈ സമൂഹത്തിൽ മുഴുവനും മാറ്റം വരുത്തുന്ന വിധത്തില് വേവ് ലെങ്ത് ഉള്ളതാക്കി തീർക്കുമ്പോഴാണ് നമ്മൾ വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും സംഘടനാപരമായും വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും സംഘടനാപരമായും നമ്മളുടെ സംഘടന യോഗക്ഷേമ സഭ അതിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും നന്മ വരുത്താനുള്ള യജ്ഞം ചെയ്യുന്നു എന്ന് നമ്മൾ പറയാം. അപ്പൊ യഥാർത്ഥത്തില് ആ മാറ്റം യോഗക്ഷേമ സഭയിൽ ധാരാളം ഉണ്ട്. കുറേ അധികം ഇനി സമൂഹത്തിൽ വരണം. അതിനേക്കാൾ കൂടുതൽ സമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിവുള്ള അനവധി വ്യക്തികളുള്ള ഒരു സംഘടനയാണ് യോഗക്ഷേമ സഭ. ഒരുപക്ഷെ NSSനും SNDPക്കും സാധിക്കുന്നതിനേക്കാൾ കൂടുതലായി പ്രത്യക്ഷമായിട്ട് സമൂഹത്തെ സ്വാധീനിക്കുന്നത് യോഗക്ഷേമ സഭയ്ക്കായിരിക്കും. ഞാൻ ആ വരി ഈ സദസ്സിൽ നിന്നുകൊണ്ട് പറയുകയാണെന്ന് ധരിക്കരുത്. കാരണം കേരളത്തില് കഴിഞ്ഞ 1.5 വർഷമായി നടന്നുകൊണ്ടിരുന്ന ചർച്ചകളില് ഒരു ഭാഗം നമ്പൂതിരിമാരായിരുന്നു. ഒരു സൈഡില് നമ്പൂതിരിമാരാണ്, മറ്റു സൈഡില് ബാക്കി സനാതന ധർമ്മത്തിൽ എല്ലാവരും ഉള്ളൂ. NSSലെ ശംഭൂജ്യനായ നാരായണ പണിക്കർ എന്തു പറയുന്നു എന്ന് ആരും അന്വേഷിച്ചു പോയില്ല. അതുപോലെ ആരാധ്യനായ വെള്ളാപ്പള്ളി നടേശൻ എന്തു പറയുന്നു എന്ന് ആലോചിച്ചു പോയില്ല. ഉടനെ മൊബൈൽ ഫോൺ പോയത് ശബരിമല മേശാന്ത്രിയുടെ മുറിയിലേക്കാണ്. മൊബൈൽ ഫോൺ കൊടുത്തിട്ട് TV-യിലൂടെയും മറ്റേ പുറത്തേക്ക് വന്നത്. അതേപോലെ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയുടെ മുറിയിലേക്കാണ് മൊബൈൽ ഫോൺ കൊടുത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കേണ്ടായത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മളില് സമൂഹത്തില് 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണ് എന്ന് ലോകം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വരി ഞാൻ ആവർത്തിക്കുന്നു. 21st century ബിലോങ്സ് ടു ഇന്ത്യ എന്ന് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ വേദങ്ങള്, നമ്മുടെ മന്ത്രങ്ങള്, നമ്മുടെ വീക്ഷണങ്ങള്, നമ്മുടെ ഭക്ഷണങ്ങള്, നമ്മളുടെ ഭഗവത്ഗീത, നമ്മുടെ സംഗീതം, നമ്മുടെ നൃത്യങ്ങള്, നമ്മുടേതായിട്ടുള്ള ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങള്, ഇതെല്ലാം ഓർഡറായിട്ട് 12 ഉണ്ട്. ഇതെല്ലാം അൾട്രാ മോഡേൺ സൊസൈറ്റി 2 കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ജൂലൈ മാസം 4-ാം തീയതി ന്യൂയോർക്കില് ഡോക്ടർമാർക്ക് ഒരു ക്ലാസ് എടുക്കാനുള്ള അസാധാരണ സൗഭാഗ്യം ഞാൻ അർഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ളത് കിട്ടി. അതിൽ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ മാർട്ടിൻ എന്ന് പറയുന്ന ന്യൂയോർക്ക് ഹോസ്പിറ്റലിലെ കാർഡിയാക് സർജനാണ്. അറിയപ്പെടുന്നത് തന്നെ ചാണക്യ ഓഫ് ഹാർട്ട് സർജറി എന്നാ അവിടെ അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത്, എന്റെ തിയേറ്ററില് ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്റർ വേദമന്ത്രം കൊണ്ട് സാച്ചുറേറ്റ് ചെയ്തതിന് ശേഷമേ ഓപ്പറേഷൻ ആരംഭിക്കാറുള്ളൂ എന്നാ. ഡോക്ടർ മാർട്ടിൻ എന്ന ചാണക്യ ഓഫ് ഹാർട്ട് സർജറി, അദ്ദേഹവുമായിട്ട് 1/2 മണിക്കൂർ നേരിട്ട് സംസാരിക്കാനുള്ളൊരു സൗഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇതൊരു കേട്ടുകേൾവിയല്ല, ഒരു പത്രത്തിൽ വായിച്ചതല്ല, നേരിട്ട് സംസാരിച്ചെന്ന് കിട്ടിയതാ. അപ്പൊ ഇത്രയും ശാസ്ത്രീയമായി വികസിച്ച ഒരു രാഷ്ട്രത്തില്, ശാസ്ത്രത്തിന്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു നഗരത്തില്, ന്യൂയോർക്കില്, സർവ ആധുനിക ഫെസിലിറ്റിയുമുള്ള ഒരു ഹോസ്പിറ്റലില് ശരിക്ക് രോഗാണുക്കളെ വിമുക്തമാക്കാൻ ഡിസിൻഫെക്റ്റഡ് ടെക്നിക് ഉപയോഗിക്കുന്നത് പോലെ അതിനകത്തുള്ള രോഗികൾക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മാനസികമായിട്ട് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ ഈ വേദമന്ത്രത്തിന് അവിടെ സാധിക്കുമെന്ന അറിവ് അവർ പ്രയോജനപ്പെടുത്തുക ചെയ്തിരിക്കുന്നത്. അതിന്റെ അവകാശികള് എന്ന് ഇന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വലിയ ഇൻഹെറിറ്റേഴ്സ് ആണ് എന്റെ മുമ്പിലിരിക്കുന്നവര്. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു,
യഥാർത്ഥത്തില് മാറ്റം നമ്മളിൽ നിന്ന് വരുമ്പോൾ, ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരിൽ നിന്നും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നവരിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും സ്വാഗതാർഹമാവുക. ചിലപ്പോ തോന്നാറുണ്ട്, നല്ല വേദം പഠിച്ച നമ്പൂതിരിമാരിങ്ങനെ നടന്നു പോകുമ്പോ രണ്ട് സൈഡിലും ഇരുന്ന ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് തൊഴുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവവ്യത്യാസം. ഈ വേദപണ്ഡിതൻ ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നെ തൊഴണമെന്ന്, ഒരാളോടും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ ബഹുമാനിക്കണമെന്ന്. അദ്ദേഹത്തിന് തന്നെ അറിയാം ഞാൻ സാധാരണക്കാരനാണ്, എന്തോ ചെറുപ്പകാലത്ത് മറ്റൊന്നും പഠിപ്പിക്കാൻ അച്ഛൻ അനുവദിക്കാത്തത് കൊണ്ട് വേദം പഠിച്ചു. അങ്ങനെ ആ വേദം പഠിച്ചത് ഇന്ന് സമൂഹത്തിന്റെ മുമ്പില് എന്നെ ആരാധ്യനാക്കുന്നു എന്ന ആ എളിമ മാത്രമുള്ള മുഖഭാവത്തോടു കൂടി നടക്കുമ്പോൾ സമൂഹം എഴുന്നേറ്റ് നിന്ന് തൊഴുമ്പോൾ കിട്ടുന്ന ആ ചാരിതാർത്ഥ്യത്തിന്റെ അവകാശികളാണ് നമ്മൾ എന്ന ഓർമ്മ നമുക്ക് എന്നും ഉണ്ടാവണം. നിങ്ങൾ എപ്പോ ശ്രദ്ധിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും, നല്ലൊരു ഓങ്കോളജിസ്റ്റ് ക്യാൻസർ രോഗ ചികിത്സകന്റെ അടുത്ത് ഒരു 10 പേരെ അയക്കാം. ഇപ്പുറത്ത് നല്ല വേദം പഠിച്ചൊരു തിരുമേനി ഇരിക്കട്ടെ. എന്നിട്ട് ഈ 10 പേരുടെ അടുത്ത് അകത്തേക്ക് ചെന്ന് ഈ ഡോക്ടറോട് പറയാ, നിങ്ങൾ സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാവും, മുറുക്കിയാൽ ക്യാൻസർ ഉണ്ടാവും, ഇതുമാതിരിയുള്ള നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചെല്ലാം ഈ ജനങ്ങളോട്, ഈ ക്യാൻസർ രോഗവിദഗ്ധനോട് പറയാം. അതെല്ലാം കേട്ട് അവർ പുറത്തേക്ക് വരും. ഈ 10 പേരെയും നേരെ വേദപണ്ഡിതന്റെ അടുത്തേക്ക് വിടുക. ഇങ്ങനെയൊക്കെ ജീവിച്ച അവസാനം ക്യാൻസർ വരും കേട്ടോ എന്നൊന്ന തിരുമേനി പറയട്ടെ. ആര് പറയുന്നതാ ഇവർ വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചാൽ മതി. ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞാൽ സിഗരറ്റ് വലിച്ച ക്യാൻസർ, എന്റെ അച്ഛൻ ജനിച്ചപ്പോ മുതൽക്ക് തുടങ്ങിയതാ സിഗരറ്റ് വലിക്കാൻ, മരിക്കുന്നത് വരെ അങ്ങർക്ക് ക്യാൻസർ ഒന്നും വന്നില്ല. അപ്പൊ മുറുക്കിയാന്ന് എന്റെ അമ്മ ദിവസവും മുറുക്കാറുണ്ട്, ഒന്നും ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക്. തിരുമേനിയുടെ അടുത്ത് എന്ന് പറയുമ്പോൾ അത് വേറെയാ പ്രശ്നേ. ഇത് മോഡേൺ സയൻസ് ആണെങ്കിലും അതൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഇത് ആത്മീയതയുടെ ഭാഷയാണ്. മറ്റേത് ഫിസിക്കൽ ലാംഗ്വേജ് ആണ്, ഇത് സ്പിരിച്വൽ ലാംഗ്വേജ് ആണ്. ഇത് സ്പിരിറ്റായിട്ട് ബന്ധപ്പെട്ടതാ. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. The one which is deeply penetrating factor is in the mind. ശരീരത്തിനെ ബാധിച്ചത് പെട്ടെന്ന് മാറും. നട്ടുച്ചയ്ക്ക് നല്ല വിയർപ്പുണ്ടായിരുന്നു, വൈകുന്നേരം അതൊക്കെ പോയിട്ടോ, കാരണം ഇപ്പൊ നല്ല തണുപ്പാ. അപ്പൊ ശരീരത്തിനെ ബാധിച്ചത് വൈകുന്നേരം ആയപ്പോ പോയി. നട്ടുച്ചയ്ക്ക് ഞാൻ ഒത്തിരി കരഞ്ഞു, വൈകുന്നേരം ആയപ്പോ ഇപ്പോഴും എന്റെ വിഷമം മാറിയിട്ടില്ല. കാരണം മനസ്സിനാ വിഷമമേറ്റത്, മനസ്സിനാ സന്തോഷം ഉണ്ടായത്, മനസ്സിനാ ദുഃഖം ഉണ്ടായത്, മനസ്സിനാ വേദന ഉണ്ടായത്, മനസ്സിലേക്കാണ് അദ്ദേഹത്തിന്റെ വാക്ക് കയറിയത്. അതുകൊണ്ട് ആ വേദപണ്ഡിതന്റെ വാക്കുകൾക്ക് വിലയുണ്ട്. ഒരു ശാസ്ത്രജ്ഞന്റെ വാക്കുകൾക്ക് ശാസ്ത്ര സമൂഹത്തിൽപ്പെട്ട ഏതാനും വ്യക്തികളിലാ വില ഉണ്ടാവുക. വേദപണ്ഡിതന്റെ വാക്കില് ശാസ്ത്രപണ്ഡിതനും അല്ലാത്തവനിലും സ്വാധീനം ഉണ്ടാവും. ഒരു ഓർഡിനറി കർഷകനിൽ പോലും വേദം പഠിച്ചവരുടെ വാക്കിന് സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഒരിക്കലും ജ്യോതിഷം കോളേജുകളിൽ പഠിപ്പിക്കരുതെന്ന്. ഒരിക്കലും പഠിപ്പിക്കരുതെന്ന് ഞാൻ പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. കോളേജിൽ പഠിച്ചാൽ 40 മാർക്ക് കിട്ടിയാൽ പാസ്സായി. ആ 40 മാർക്ക് കിട്ടാൻ എന്തെങ്കിലും ഡിസ്റ്റിങ്ഷൻ, എന്തെങ്കിലും കൈക്കൂലി കൊടുത്താൽ പോലും 40 മാർക്ക് കിട്ടും. ഇയാൾക്ക് ഈ കോളേജിലെ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന ദേവസ്വം ബോർഡിൽ ഇയാൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ 40 മാർക്കുകാരൻ അയാൾ എന്തൊക്കെ കൊളാക്കി തീർക്കും ആ അമ്പലം. ദേവപ്രശ്നം വെച്ച് പറ്റാത്തതൊന്നും ഉണ്ടാവില്ല. ഈ 40 മാർക്ക് കൊണ്ട് ജ്യോതിഷാവോ? ആ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കോളേജിലെ സർട്ടിഫിക്കറ്റ് മതി ദേവസ്വം ബോർഡിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ. അപ്പൊ അങ്ങനെ 40 35 മാർക്ക് കുറച്ചധികം ഫേവറും കൂടി ചെയ്ത് അതിനെ 85 ആക്കിയാലും ആ മനുഷ്യന്റെ അജ്ഞതയായിരിക്കും ആ അമ്പലത്തിനെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് ചിലതെല്ലാം നമ്മളുടെ വാക്കുകള്, ഭാരതീയ പൈതൃകം കൈകാര്യം ചെയ്യുന്നവരുടെ വീക്ഷണങ്ങള്, ഭാരതീയ പൈതൃകം കൈകാര്യം ചെയ്യുന്നവരുടെ പ്രവർത്തികള്, അവരുടെ നിർദ്ദേശങ്ങള്, അവരുടെ ജീവിതചര്യകള്, അവരുടെ അനുഗ്രഹങ്ങള്, അവരുടെ അഭിനന്ദനങ്ങള്, അവരുടെ അനുമോദനങ്ങള്, അവരുടെ വിലയിരുത്തലുകള്, ഓരോ വാക്കും ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാണ്. ഈ സമയത്ത് ഇവിടെ നിൽക്കേണ്ടത് AK ആന്റണിയാണെന്ന് തോന്നുന്നു അല്ലെ?
ഞാൻ തന്നെയാ? അതെയോ. അതെ. അപ്പൊ ഞാനൊരു ആ സ്ഥാനത്തുള്ള ഒരു പൊളിറ്റീഷ്യനെ പോലെ പറയല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വേദം പഠിച്ച വ്യക്തിയുടെ അനുഗ്രഹങ്ങള്, വിലയിരുത്തലുകള്, അഭിനന്ദനങ്ങള്, വാക്കുകള്, പ്രവൃത്തികള്, ചിന്തകള്, വിവരണങ്ങള്, ഇതെല്ലാം അത്രയും കാലം ശാസ്ത്രം പഠിച്ചവനിൽ നിന്നുണ്ടായാൽ പോലും ബഹുമാനം വേദം പഠിച്ചവർക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ അൾട്രാ മോഡേൺ കാലഘട്ടത്തിൽ അത് നേരിട്ട് അനുഭവിക്കാൻ കൂടി സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുകയാണ്. അപ്പൊ നമ്മള് എല്ലാത്തിനും മാർഗദർശകമാകുന്ന വിധത്തില് ആധ്യാത്മിക ശാന്തിയും ആദിഭൗതിക ശാന്തിയും അതിദേവതാ ശാന്തിയും ഉണ്ടാക്കാൻ വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും സംഘടനയിലും രാഷ്ട്രത്തിലും മാറ്റമുണ്ടാക്കാനും നമ്മളുമായി ബന്ധപ്പെടേണ്ടി വരുന്നവരില് നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്നവരില് മാറ്റമുണ്ടാക്കാനും അകത്തും പുറത്തും മാറ്റം ഉണ്ടാക്കാനും ജീവിതത്തില് ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും മാറ്റം ഉണ്ടാക്കാനും നമ്മളുടെ പ്രൊഫഷനില് ഔദ്യോഗിക കർത്തവ്യത്തില് മാറ്റം ഉണ്ടാക്കാനുമെല്ലാം നമുക്ക് സാധിക്കും. ഇന്നും ആലോചിച്ച് നോക്കാം. ചില പള്ളിയിലച്ചന്മാരുടെ അടുത്ത് എന്നിട്ട് പറയാ, ഞാൻ രാമൻ നമ്പൂതിരിയാണ് എന്ന് പള്ളിയിലച്ഛനോട് പറയാ. അപ്പൊ അച്ഛൻ ഉടനെ പറയുന്നത് എന്താ? എന്റെ അച്ഛനും നമ്പൂരിയായിരുന്നു. അങ്ങേരുടെ അച്ഛനും നമ്പൂരിയല്ല, അച്ഛന്റെ അച്ഛനും നമ്പൂരിയല്ല, വെറുതെ ഈ തിരുമേനിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനാ അത് പറയണത്. അപ്പൊ എല്ലാവരും ഇപ്പൊ ക്രെഡിറ്റ് എടുക്കുന്നത് അച്ഛൻ ആരായിരുന്നു, അച്ഛന്റെ അച്ഛൻ ആരായിരുന്നു, ഏത് ഇല്ലത്തെ ആയിരുന്നു. ഒരു കാര്യം ഉറപ്പാ, നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അത് കാരണം ധൈര്യമായിട്ട് പറയാം, എന്റെ അമ്മയുടെ അമ്മ അന്തർജനായിരുന്നു, എന്റെ അച്ഛന്റെ അമ്മ അന്തർജനായിരുന്നു എന്നൊക്കെ പറയുന്നത് ക്രെഡിറ്റും നെയ്മും ഫെയിമും ഉള്ള സ്ഥലത്തേക്ക് എല്ലാ വ്യക്തികൾക്കും ഒഴുകണം എന്ന് ആഗ്രഹമുണ്ട്. ക്രെഡിറ്റ്, നെയ്യും, ഫെയും ഈ സ്ഥലത്തേക്ക് ഒഴുകണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതാ ലോഹേട്ട അച്ഛനും പറയുന്നത്, എന്റെ മുത്തച്ഛനും എന്റെ അപ്പാപ്പനും ഒക്കെ നമ്പൂതിരി ആയിരുന്നു എന്ന് പറയുക. അപ്പൊ നമ്മൾ എന്നും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹം നമ്മളെ എത്ര ബഹുമാനിക്കുന്നു, ആ ബഹുമാനത്തിന് നമ്മൾ യോഗ്യരാണോ, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സമൂഹം നമ്മളെ എത്ര ബഹുമാനിക്കുന്നു എന്നുള്ള ക്രൈറ്റീരിയ സമൂഹത്തിൻ്റെതാണ്. അതിന് അർഹതയുള്ളവരാണോ നമ്മൾ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളുടെ അകത്തുണ്ടാവേണ്ട ചേഞ്ചാണ്. അപ്പൊ നമ്മളുടെ വാക്കുകള്, പ്രവൃത്തികള്, ചിന്തകള്, ധാരണകള്, അനുഗ്രഹങ്ങള്, ഇവയ്ക്കെല്ലാം സമൂഹം വില കൽപ്പിക്കുമ്പോൾ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ കൊടുക്കേണ്ട വീക്ഷണം, അതും വേദമന്ത്രത്തിലൂടെയും നല്ല വരികളിലൂടെയും കൊടുക്കേണ്ട വീക്ഷണം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ വേദ സന്ദേശങ്ങളില്, ജീവിത സന്ദേശങ്ങളില് ഒരിക്കലും കോൺട്രഡിക്ഷൻ ഇല്ല. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. ഒരുവനെയും നശിപ്പിക്കണമെന്നില്ല, ഒരുവനെയും പരാജയപ്പെടുത്തണമെന്നില്ല, ഒരുവനെയും വേരോടുകൂടി പിഴുതെറിയണമെന്ന് നമ്മളുടെ നാട്ടിൽ ആർക്കും ഇല്ല. മാത്രല്ല എല്ലാത്തിലെയും നന്മകൾ എടുക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആനോ ഭദ്രാഹ ക്രതവോയന്തു വിശ്വതഃ, let noble thoughts come towards us from all over the world. നന്മ നിറഞ്ഞ ചിന്താധാരകള് എല്ലായിടത്തു നിന്നും നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്നാ നമ്മൾ പറഞ്ഞത്. നമ്മളുടെ ചിന്താധാരകൾ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പൂജ കഴിച്ചാലേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുള്ളൂ എന്ന് ഇന്നും ആരും പറഞ്ഞതായിട്ട് തോന്നണില്ല, ഉറപ്പിച്ചു പറയണില്ല. ഞാൻ പൂജ കഴിച്ചാലേ നിങ്ങൾക്ക് ഈശ്വരപ്രസാദം കിട്ടുള്ളൂ എന്ന് അങ്ങനെ ഡിക്ലെയർ ചെയ്ത് പറയാറില്ല, സൂചന കൊടുക്കാറുണ്ട്. അത് കുറച്ച് കൂടി വരുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ എന്നും ശ്രദ്ധിക്കാനുള്ളത്, എല്ലാത്തിനെയും സ്വീകരിച്ചവരാ നമ്മള്. സഹനാവവതു, ഒരുമിച്ച് ജീവിക്കാം. സഹനൗ ഭുനക്തു, കർമ്മബലം ഒരുമിച്ച് അനുഭവിക്കാം. സഹവീര്യം കരവാവഹൈ, ഒരുമിച്ച് പ്രവർത്തിക്കാം. തേജസ്വിനാവധീതമസ്തു, തേജസ്വികളായി തീരാം. മാ വിദ്വേഷാവഹൈ, ഒരിക്കലും വിദ്വേഷം ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കാം. അതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് അസതോമാ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു പ്രയാണം. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണം. മൃത്യോർമാ അമൃതം ഗമയ, ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായ സമാധാനത്തിലേക്കുള്ള പ്രയാണം. യഥാർത്ഥത്തില് ഈ സന്ദേശങ്ങളെല്ലാം നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം,
നന്മ നിറഞ്ഞത് കേൾക്കാൻ ഇടവരുത്തണം. ഭദ്രം കർണേഭി ശൃണുയാമദേവ, നന്മ നിറഞ്ഞത് കാണാൻ ഇടവരുത്തണം. ഭദ്രം പശ്മ അക്ഷഭിര്യജത്രാഹ, ആരോഗ്യമുള്ള ശരീരം കൊണ്ട് ആയുസ്സുള്ളയിടത്തോളം കാലം നന്മ നിറഞ്ഞത് പ്രവർത്തിക്കാൻ ഇടവരുത്തണം. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനോഭിർവ്യശേമ ദേവഹീതം യദായുഹു. ഇപ്പൊ ഞാൻ 3 ശാന്തി മന്ത്ര പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് സഹനാവവതു സഹനോ പുനക്ത് പറഞ്ഞു, രണ്ടാമത്തേത് അസതോമാ സദ്ഗമയ പറഞ്ഞു, മൂന്നാമത്തേത് ഭദ്രം കർണേഭി ശൃണുയാമദേവ എന്ന് പറഞ്ഞു. 4ാമത്തെ ശാന്തി മന്ത്രം നിങ്ങൾക്കറിയാം അറിയാം ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്രം ബലം ഇന്ദ്രിയാണി ച സർവാണി. എന്റെ അംഗങ്ങള്, എന്റെ ജീവൻ, എന്റെ ചെവി, ഓരോ ഓർഗനും എന്നും മംഗളകരമായ ഒരവസ്ഥയില് നിലനിൽക്കണം എന്ന് പ്രാർത്ഥിച്ച നമ്മള് എങ്ങനെയാ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് മംഗളകരമായ അവസ്ഥ ഉണ്ടാക്കാം? അതിന് യജുർവേദത്തില് 40ാം അധ്യായത്തില് 9ാമത്തെ വരിയുണ്ട്. ഈ സർപ്പക്കാവുകള് അതിനകത്ത് പെടുത്താവുന്നതേ ഉള്ളൂ. കാവുകളും കുളങ്ങളും ഒക്കെ അതിനകത്ത് പെടുത്താവുന്നതേ ഉള്ളൂ. ഏത് രീതിയിൽ അതിനെ എടുക്കാം എന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വേദമന്ത്രാണ്. വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ മൃതമശ്നുതേ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു മന്ത്രത്തിന്റെ ധ്വനി മാത്രമേ ഉള്ളൂ. വേദത്തിനകത്ത് വരുന്ന ഒരേ ഒരു ഉപനിഷത്താണ് ഈശാവാസ്യോപനിഷത്ത്. 108 ഉപനിഷത്തുക്കളിൽ 1ാമത്തെ ഉപനിഷത്ത് യജ്ഞവൽക്യ മഹർഷി 3500 BC-ക്ക് അപ്പുറം എഴുതിയതില് സമഗ്രമായ നമ്മളുടെ സന്ദേശം അതിനകത്തുണ്ട്. അതിനകത്ത് പെടുത്താൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും ഈ ഭാരതഭൂമിയിലില്ല. ഈ ഒരു വരിക്കകത്ത് പെടുത്താൻ പറ്റാത്തതായിട്ട് ഒന്നും ഭാരതഭൂമിയിലെന്നല്ല, ലോകത്തിലില്ല. അത് ശരിക്ക് വിശകലനം ചെയ്താൽ വിദ്യ അവിദ്യ ഇതി ദ്വേ വിഷയാണി സ്തഹ, 2 തരത്തിലുള്ള വിഷയങ്ങളാണ് വിദ്യ അവിദ്യ. എന്താണ് യഥാർത്ഥത്തിൽ വിദ്യ? വിദ്യ എറ്റേണൽ എക്സ്പീരിയൻസബിൾ സ്പിരിച്വൽ നോളജ്, ആന്തരികമായ അനുഭവവേദ്യമായ ആത്മീയമായ അറിവിനെയാണ് വിദ്യ എന്ന് പറയാ. എറ്റേണൽ എക്സ്പീരിയൻസബിൾ സ്പിരിച്വൽ നോളജ്. അടുത്തത് അവിദ്യ, എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ്. എക്സ്റ്റേണൽ ബാഹ്യമായ, എക്സ്പെരിമെന്റബിൾ ശാസ്ത്രം കൊണ്ട് പരീക്ഷണം നടത്തി പറയാവുന്ന സയന്റിഫിക് നോളജ്. 2 തരത്തിലുള്ള അറിവാ ഉള്ളത്. അതില് അവിദ്യയാ മൃത്യും തീർത്വ, സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖത്തെ അതിജീവിച്ച് അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതേ, ആത്മീയമായ അറിവ് കൊണ്ട് അമരത്വത്തെ പ്രാപിക്കുക. ശരിക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു IT എക്സ്പെർട്ടും ഒരു MBBS ഡോക്ടറും ഒരു MTech-കാരനും ഒരാളും തന്നെ ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നില്ല. അവര് സയൻസ് മാത്രം, അവിദ്യയാണ് കൈകാര്യം ചെയ്യാം, വിദ്യ കൈകാര്യം ചെയ്യുന്നില്ല. നമ്മള് പൂജാരിമാർ, ശാന്തിക്കാര്, ഈശ്വരീയ കർമ്മം ഭാരതീയ രീതിയിൽ ചെയ്യുന്നവര്, അവരാണ് രണ്ടും കൈകാര്യം ചെയ്യുന്നവര്. അവരാണ് അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ. അതേ ഉപനിഷത്തില് തൊട്ടടുത്ത മന്ത്രം പറയുന്നു വളരെ ഭംഗിയായിട്ട്, അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസതേ. Those who are thinking that science can solve all human problem, they are leading themselves into blinding darkness. ആരാണോ വിചാരിക്കുന്നത്, എന്ത് വിചാരിക്കുന്നു? ശാസ്ത്രം കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്, ഒന്നുകൂടി പറയാം, ശാസ്ത്രം കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്,
തേ അന്ധം തമ പ്രവിശന്തി. കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം പ്രവേശിക്കുകയാണ്. അടുത്ത വരി നമ്മളിൽ ചിലർക്ക് ആപ്ലിക്കബിളാ. തതോ ഭൂയ ഇവതേ തമോ യൗ വിദ്യായാം രതാഹ. ആരാണോ ആത്മീയത കൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്, അയാളും കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് തന്നെയാ പോകുന്നത്. ആ വാക്കുകൾ നോക്കാം. തതോ ഭൂയ, സെയിം തിങ് വിൽ ഹാപ്പൻ. ഇവ തേ തമോ, ഇതേപോലെയുള്ള ഇരുട്ടിലേക്ക്. വിദ്യായാം രഥ, ആത്മീയത കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാമം ജപിച്ചോളൂ കേട്ടോ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ അബദ്ധാണ് എന്ന് പറയായിരുന്നേ. അപ്പൊ രഥാഹ എന്ന വാക്കാണ്. ആത്മീയത തന്നെയാണ് നമുക്ക് വേണ്ടത്, മറ്റൊന്നും വേണ്ട എന്ന ഉപദേശം കൊടുക്കരുതെന്ന് യജ്ഞവൽക്യന് 35 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാൻ, 55 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറയാൻ സാധിച്ചു. BC 3500 പറയാൻ സാധിച്ചു. ഈ ഒരു വീക്ഷണം യോഗക്ഷേമ സഭയില് നമുക്ക് ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന പൂജ, നമ്മൾ ചെയ്യുന്ന നൂറും പാലും, മേടം 10-ാം തീയതി എന്തുകൊണ്ട് സർപ്പത്തിന് സർപ്പക്കാവില് സർപ്പബലി കൊടുക്കുന്നു, സർപ്പപൂജ മേടം 10-ന് എന്തുകൊണ്ട് നടത്തുന്നു, എന്തുകൊണ്ട് മീനപ്പത്തിന് നടത്തിയില്ല, എന്തുകൊണ്ട് മേടം 25-ന് നടത്തുന്നില്ല, എന്തുകൊണ്ട് സർപ്പങ്ങൾ വന്ന് ചോദിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്, എന്താ സർപ്പക്കാവ്, എന്തിനു വേണ്ടി സർപ്പക്കാവ് സംരക്ഷിക്കണം, എന്തിനു വേണ്ടി സർപ്പക്കുളം വെക്കണം, എന്തിനു വേണ്ടി കുലം നിലനിർത്തണം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പൊ പറഞ്ഞ വേദവരികളില്, യജുർവേദത്തിന്റെ 40-ാം അധ്യായമാണ് ഈശാവാസ്യോപനിഷത്തിന്റെ 18 മന്ത്രങ്ങള്. അതില് 9-10 ആണ് ഞാനിപ്പോ കോട്ട് ചെയ്തത്. അതിനകത്താ പറയുന്നത് 2 ചേർക്കണം, വിദ്യയും ചേർക്കണം, അവിദ്യയും ചേർക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? രണ്ടുപേരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാ പോവാ. രണ്ടും 2 വഴിക്ക്, ഒന്ന് MC റോഡ്, മറ്റൊന്ന് നാഷണൽ ഹൈവേ. രണ്ടും കൂട്ടിമുട്ടില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ഷൻ സയൻസിലൂടെ സാധിക്കണം. നമുക്കത് സാധിക്കുകയും ചെയ്യും. ഞാൻ ഗൗഡസരസ്വത ബ്രാഹ്മണരുടെ പലരുടെയും മീറ്റിങ്ങുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഓപ്പൺ വീക്ഷണം വളരെ കുറച്ചേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പ് തുളു ബ്രാഹ്മണർ, അവർ മിക്കവാറും ബിസിനസ്സുകാരാ, വേറെ വലിയ പ്രശ്നമൊന്നും അവർക്കില്ല. തമിഴ് ബ്രാഹ്മണർ കുറച്ച് അപ്പുറത്തുണ്ട്, കുറച്ച് ഇപ്പുറത്തുണ്ട്, എന്നാലും അവർക്ക് മനസ്സിലാവും. പക്ഷേ സമൂഹത്തെ സ്വാധീനിക്കാൻ ഊണൂലിട്ട മറ്റാർക്ക് സാധിക്കുന്നതിനേക്കാളും നമുക്ക് സാധിക്കും, പ്രൊവൈഡഡ് ഈ യജ്ഞവൽക്യ മഹർഷി പറഞ്ഞ വരി കൂടി ചേർത്താൽ. അതുകൂടി ചേർക്കണം. ആ സയന്റിഫിക് അപ്രോച്ചിന് എവ്രി ആക്ഷൻ. എന്തുകൊണ്ട് വേദമന്ത്രം ചൊല്ലുന്നു? ആ വേദമന്ത്രം ബ്രാഹ്മണര് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വനസ്പതയശ്ചമേ ഓഷധയശ്ചമേ, വനസ്പതികളെയും ഓഷധികളെയും നമസ്കരിക്കാൻ അത് നമുക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചവര് ആ വേദമന്ത്രം ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് ഇങ്ങോട്ട് വിശകലനം ചെയ്ത് തരിക. അപ്പൊ ഞാനൊരു വരി അങ്ങോട്ട് പറയാം. ജന്മനാൽ ജായതേ മർത്യ, കർമ്മണാൽ ജായതേ ദ്വിജ, ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. വേദം പഠിച്ചതിന് ശേഷമാണോ ബ്രാഹ്മണനാവുക? ബ്രാഹ്മണനായതിന് ശേഷമാണോ വേദം പഠിക്കുക? ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. യോ യോ ജനാനാം ബ്രഹ്മജ്ഞാനം ലബ്ധം തേ തേ ജനാഹ ബ്രാഹ്മണ ഇതി രൂപേണ വക്തവ്യം. വേദപഠന പൂർവം ബ്രാഹ്മണ നഹി ഇച്ഛിത, കഥാപി നഹി. വേദം പഠിക്കുന്നതിന് മുമ്പ് ബ്രാഹ്മണനില്ല. വേദവും ബ്രഹ്മജ്ഞാനവും ലഭിക്കുമ്പോഴാണ് ബ്രാഹ്മണനായി മാറുക. ഈ വിവരങ്ങളുണ്ട്. ശൂദ്രഃ അപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത്. ശൂദ്രഃ അപി, ശൂദ്രനാണെങ്കിൽ പോലും ശീലസമ്പന്നോ, സമ്പന്നമായ ശീലം കൊണ്ട് ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത്, ബ്രാഹ്മണനേക്കാൾ ഗുണമുള്ളവനായി തീരും. ബ്രാഹ്മണഃ അപി, ബ്രാഹ്മണനാണെങ്കിൽ പോലും ക്രിയാഹീനഃ, അവനവന്റെ കർമ്മം ചെയ്യാത്തവൻ ശൂദ്രാത് പ്രത്യവരോ ഭവേത്, ശൂദ്രനേക്കാൾ എത്രയോ താഴത്തേക്ക് പോകും. ഇപ്പൊ ബാലകൃഷ്ണൻ എഴുതിയതല്ലാട്ടോ, അത് ഞാൻ എഴുതിയ വരികളല്ല. ധർമ്മശാസ്ത്രം വിഷ്ണു ധർമ്മശാസ്ത്രത്തിലുള്ളതാ.
BC 1000 എഴുതിയതാണ്. ഏതായാലും ഇങ്ങനെയുള്ള വരികളില് നമ്മൾ നിൽക്കുമ്പോൾ വേദമന്ത്രം എന്തിനു ചൊല്ലണം? 2 ആവശ്യമുണ്ട്. ഒന്ന് ആത്മീയത, 2 തലച്ചോറിനകത്ത് ഉണ്ടാകുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. ഇതൊരു തിരുമേനി പറഞ്ഞു കൊടുക്കണം, ഒരു പൂജാരി പറഞ്ഞു കൊടുക്കണം, ഒരു തന്ത്രി പറഞ്ഞു കൊടുക്കണം. CV രാമൻ പറയുന്നതിനേക്കാൾ എഫക്റ്റീവാ. അറിഞ്ഞുകൊണ്ട് പറയാം. നിങ്ങൾക്കറിയാം, ഒരു നമ്പൂതിരി ഒരു പൂജ നല്ല മന്ത്രവാദം, കൊടുങ്ങല്ലൂര് അടിപൊളി മന്ത്രവാദം, പേര് ഞാൻ പറയണില്ല. കണ്ടമാനം പൈസ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു. ഒരു ചാക്കില് നോട്ട് പിടിച്ചു. ഈ ചാക്കില് നോട്ട് പിടിച്ച് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരുമ്പോ അയാള് കേട്ടു അയാളുടെ ഭാര്യ ബസ്സിൽ നിന്ന് താഴെ വീണുന്ന്. അയാളുടെ ഭാര്യ ബസ്സിൽ നിന്ന് താഴെ വീണ് ആക്സിഡന്റ് ഉണ്ടായി. ഈ നോട്ട് കെട്ട് നേരെ തിരുമേനിയുടെ വീട്ടിനകത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാനിവിടെ വന്നിട്ടുമില്ല, ഇത് കണ്ടിട്ടുമില്ല, എന്റെ ഭാര്യയ്ക്ക് ആക്സിഡന്റ് ആയി, ഞാൻ പോവാണ്. ഞാനിവിടെ വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഇൻകം ടാക്സ് പിന്നെ ആ വീട്ടിലേക്ക് കയറിയിട്ടില്ല. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം തമാശ അല്ല, ഞാൻ പറഞ്ഞു സീരിയസ് ആണ്, സംഭവിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് അറിയാവുന്ന ആളാണ്. ഞാൻ പറയാൻ കാരണം, ഈ വേദം പഠിച്ചവരുടെയും ആത്മീയത കൈകാര്യം ചെയ്യുന്നവരുടെയും അടുത്ത് ചെല്ലുമ്പോ കിട്ടുന്ന നോളജ് ഒരു സയന്റിസ്റ്റിന്റെ നോളജിനേക്കാൾ ഇഫക്റ്റീവാണ്, ഇൻഫ്ലുവൻഷ്യലാണ്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ സന്ദേശങ്ങൾ എത്തുമ്പോൾ എന്ന് ഓർമ്മിക്കാം, 2 വരികൾ ഉണ്ടാവണം. ഒന്ന് സയൻസ് ഉണ്ടാവണം, ഒന്ന് ആത്മീയത ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ പൂജയെക്കുറിച്ച്, വിഗ്രഹത്തെക്കുറിച്ച്, മന്ത്രത്തെക്കുറിച്ച്, ആവാഹനത്തെക്കുറിച്ച്, ഉദ്വസനത്തെക്കുറിച്ച്, ഒരാളുടെ പേര് പറഞ്ഞ് നമ്മൾ അർച്ചന നടത്തുമ്പോൾ, ഒരു ഹോമം നടത്തുമ്പോൾ, പുരാഷാഢ നക്ഷത്രേ ജാതസ്യ കുട്ടികൃഷ്ണനാമനാസ്യ യജമാനസ്യ സകുടുംബം ബാലയ ബാലയ ആയോർ വർദ്ധയ വർദ്ധയ ഉർവാരുഗമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത് സജിം സ്വാഹ ഓം സ്വാഹ എന്ന് പറയുമ്പോ അയാൾക്ക് തോന്നണം എന്റെ ഏതാണ്ടൊക്കെ പോയി എന്ന് തോന്നണം. ആ ഒരു തോന്നലാണ് ഈ ജീവിതം മുഴുവനും. ആ ഒരു ഫീലിംഗ് ആണ് ഈ ജീവിതം മുഴുവൻ. അങ്ങനെയല്ലേ തോന്നുക? എന്റെ മകന് തോന്നാണ് ഇതെന്റെ അച്ഛനാണെന്ന്. ആ ബന്ധ തോന്നലാണ്. ഇതെന്റെ അമ്മയാണെന്നുള്ള തോന്നല, ഇതെന്റെ ഭാര്യയാണെന്ന തോന്നല, ഞാൻ രോഗിയാണെന്നുള്ള തോന്നല, ഞാൻ ആരോഗ്യവാനാണെന്ന തോന്നല, ഞാൻ പോയില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്ന തോന്നല, ഞാൻ പോയാലേ കാര്യം നടക്കുള്ളൂ എന്ന തോന്നലാണ് ജീവിതം മുഴുവനും. ആ ഒരു തോന്നൽ, ഫീലിംഗ് ഉണ്ടാകുന്ന വിധത്തിലായിരിക്കണം നമ്മളുടെ മെസ്സേജ് നമ്മളെല്ലാവർക്കും കൊടുക്കേണ്ടത്. അങ്ങനെ സയൻസും ഇതും ചേർത്ത് പറയേണ്ട നല്ലൊരു വിഷയമാണ് പ്രകൃതിയെക്കുറിച്ച് ഭാരതീയനുള്ള വീക്ഷണം. പ്രകൃതിയെക്കുറിച്ച് ഭാരതീയനുള്ള വീക്ഷണം. ഈ കാവുകളും കുളങ്ങളും അവിടെ വരുന്നു. വിശ്വം ഭവത്യേകനീഢം എന്ന് വേദമന്ത്രം പറയുന്നു. വിശ്വം ഭവതി ഏകനീഢം. ഈ ലോകത്തില് 657 കോടി ജനങ്ങളാണ് ഉള്ളത്. 657 കോടി ജനങ്ങളാണ് ഇപ്പോഴുള്ളത്. അവർ ഒരു കുടുംബത്തില്, ഒരേ കുടുംബത്തിലാണെന്ന് വിചാരിക്കുക. ഏതുപോലെ? ഒരു കൂട്ടിനകത്ത് ധാരാളം പക്ഷികളുണ്ട്. പല ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷികൾ, പല നിറത്തിലുള്ള പക്ഷികൾ, പല വലിപ്പത്തിലുള്ള പക്ഷികൾ. പക്ഷെ അതെല്ലാം പരസ്പരം കോൺട്രഡിക്ഷനും കോൺഫ്ലിക്റ്റും ഒന്നുമില്ലാതെ ആ കൂടിനകത്തിരിക്കുന്ന മാതിരി നമ്മളുടെ വേദം പറയുന്നു, ഭംഗിയായിട്ട് പറയുന്നു, വിശ്വം ഭവത്യേകനീഢം അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ. ഈ ഭൂമി എന്റെ അമ്മയാണ്, ആ ഭൂമിയുടെ മകനാണ് ഞാൻ എന്ന് പറയാറുണ്ട്. അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ. ഈ ഭൂമിയുടെ മകനാണ് ഞാൻ. അപ്പൊ ഈ ഭൂമിയുടെ മകനാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? ഒരേ അമ്മയുടെ മക്കള്. ഭൂമി നമ്മുടെ എല്ലാവരുടെ അമ്മ, നമ്മളെല്ലാം അമ്മയുടെ മക്കളാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജ്യേഷ്ഠാനുജ ബന്ധം ഉള്ളത്. ഒരേ കുടുംബത്തിലെ ഒരേ അമ്മയുടെ മക്കൾ തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധം. പണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ പ്ലഡ്ജ് ഉണ്ട്, ഇന്ത്യ ഈസ് അവർ മദർ ലാൻഡ്. ഭാരതം എന്റെ മാതൃഭൂമിയാണ് എന്ന് പറയാം. ഇപ്പൊ അത് മാറി, ഇന്ത്യ ഈസ് മൈ കൺട്രി ആക്കി. നമ്മൾ ചിലരെ കാണുമ്പോൾ പറയാം അയാൾ മഹാ കൺട്രിയാണ്. അത് തന്നെയാണ് ഇപ്പൊ ഇത്. India is my country, all Indians are my brothers and sisters. If India is my country, all Indians are my countrymen, not brothers and sisters. If India is my country,
all Indians are my countrymen. If India is my motherland, all Indians are my brothers and sisters. അമ്മ എന്ന വാക്കില്ലാതെ എങ്ങനെയാ അവിടെ സഹോദര ബന്ധം ഉണ്ടാവുക? ഞാൻ പാപ്പനംകോട് താമസിക്കുന്നു, എന്റെ കൂട്ടത്തിൽ വന്ന ആള് പാപ്പനംകോട് താമസിക്കുന്നു, അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? പാപ്പനംകോടുകാര്, അല്ലാതെ സഹോദര ബന്ധമാണോ ഉള്ളത്? ഒരേ നാട്ടുകാര് എന്നുള്ള അർത്ഥമാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, വി ആർ ഓൾ കൺട്രിമെൻ. മാതൃപിതൃ. അപ്പൊ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണെങ്കിൽ ഭൂമിയുടെ മക്കള് ആയിട്ടുള്ള നമ്മളെല്ലാം ഒരേ സഹോദരി സഹോദര ബന്ധമുണ്ടെങ്കിൽ നമ്മളിൽ ആർക്കും ദുഃഖമില്ലാതെ, നമ്മളിൽ ആർക്കും വേദനയില്ലാതെ, നമ്മളിൽ ആർക്കും സംഘർഷമില്ലാതെ ജീവിക്കേണ്ടതും ജീവിപ്പിക്കേണ്ടതും നമ്മുടെ ദൗത്യമാണ്. അതാണ് ഭാരതത്തിന്റെ വീക്ഷണം. നമ്മൾ ആലോചിച്ചു നോക്കുക. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേധാമാനി ദിവ്യാനി തസ്തു. അമരത്വത്തിന്റെ പുത്രന്മാരാ നമ്മള്. അപ്പോഴും മാതൃബന്ധം വരുന്നു. അമരത്വത്തിന്റെ പുത്രന്മാരാണ് നമ്മളെങ്കിൽ നമ്മളുടെ അമ്മ അമരത്വത്തിന്റെ ലെവലിലിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മാ ത്വമസി. ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം, നീയും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗം. അപ്പൊ നമ്മൾ തമ്മിലും ഒരേ ചൈതന്യത്തിന്റെ ഭാഗം, ഒരേ ഭൂമിയുടെ മക്കള്, ഒരേ അമരത്വത്തിന്റെ മക്കള്. അവിടെ ശാസ്ത്രവും ആത്മീയതയും ഒരുമിച്ച് ചേർത്താൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും. ആ ധന്യമാക്കാൻ മാനസികമായിട്ട്, ശാരീരികമായിട്ട്, സാമൂഹികമായിട്ട്, സംഘടനാപരമായിട്ട് മാറ്റം വരുത്തുമ്പോൾ ചെയ്യേണ്ട ഒരു ദൗത്യം നമ്മൾ ആത്മീയമായും ശാസ്ത്രീയമായും ആചരിച്ചു വന്ന ഭൂമിയെ സംരക്ഷിക്കുക എന്ന കർത്തവ്യം, ഭൂമിയെ സംരക്ഷിക്കുക എന്ന കർത്തവ്യം, അതിനാണ് നമ്മൾ ശ്രദ്ധിക്കാൻ ചെറിയ മെസ്സേജ് കൊടുക്കേണ്ടത്. ഭൂമിയെ സംരക്ഷിക്കുക. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ 5:30 മണിക്ക് എഴുന്നേറ്റ് ഭൂമി തൊട്ട് തലയിൽ വെക്കാറുണ്ട്. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. പല്ല് തേക്കാതെ, നാക്ക് വടിക്കാതെ, മുഖം കഴുകാതെ, കുളിക്കാതെ, ടോയ്ലറ്റിൽ പോലും പോകാതെ കിടന്ന കിടക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലുക. ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? അത് കഴിഞ്ഞിട്ടാ പിന്നെ ഭൂമി തൊട്ട് തലയിൽ വെക്കാം. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. നിങ്ങൾ കേട്ടിരിക്കുന്ന മന്ത്രങ്ങള്, ഇതിലെവിടെയാ സയൻസ്, എവിടെയാ ആത്മീയത? സാറേ, ആത്മീയത ഉണ്ടെങ്കിൽ പല്ല് തേച്ചിട്ട് വേണ്ടേ മന്ത്രം ചൊല്ലാൻ? അല്ല, പല്ല് തേച്ചിട്ടല്ല ഈ മന്ത്രം ചൊല്ലേണ്ടത്, നാക്ക് വടിച്ചിട്ടല്ല ഈ മന്ത്രം ചൊല്ലേണ്ടത്, കിടന്ന കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. എന്താ കാരണം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1997 ഡിക്ലെയർ ചെയ്തു, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള വ്യക്തികളില് 23% വ്യക്തികൾ മരിക്കുന്നത് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴാണ്. അതുകൊണ്ട് കിടക്കയിൽ 30 സെക്കൻഡ് ഇരിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ആരും ഹിന്ദുക്കളല്ല, അവരാ ഡിക്ലെയർ ചെയ്തത്. സർവേ നടത്തിയിട്ടാ ഡിക്ലെയർ ചെയ്തത്. അവർ ഡിക്ലെയർ ചെയ്തത് 10 വർഷം മുമ്പ്, 1997. നമ്മളിത് പ്രാക്ടിക്കൽ ആക്കിയിട്ട് വർഷം എത്രയായി? 10,000 വർഷമായി. വിഷ്ണു പുരാണവും അതുപോലെ പത്മപുരാണവും എഴുതിയ കാലത്തുള്ള മന്ത്രാണതേ ഈ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. അപ്പൊ ഈ ചാടി എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷമാണെങ്കിൽ ഈ മന്ത്രം ചൊല്ലുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? നമ്മളെ പിടിച്ചൊന്ന് കിടക്കയിൽ ഇരുത്താൻ വേണ്ടിയാ ഈ മന്ത്രം. കേരളീയനെ ഇരുത്താൻ അത്ര എളുപ്പമാണോ? നമ്മൾ മറ്റുള്ളവരെ ഇരുത്തും, നമ്മളെ ഇരുത്താൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ നമ്മളെ ഇരുത്താൻ ഒരു മന്ത്രം ഇവിടെ ചൊല്ലിക്കോളാൻ പറഞ്ഞു. അപ്പൊ ആ മന്ത്രത്തിന്റെ ആത്മീയത മന്ത്രം തന്നെ, ശാസ്ത്രീയത ബ്ലഡ് പ്രഷർ ബാലൻസിങ് ആൻഡ് ഹാർട്ട് പ്രഷർ, പമ്പിങ് പ്രഷർ ബാലൻസിങ്, പ്യുവർ സയന്റിഫിക്ക. ഭൂമി തൊട്ട് തലയിൽ വെക്കാൻ ഒരു മന്ത്രം ചൊല്ലി. എന്തിനാത്? ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാലുവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലില് വാദത്തിന്റെ രോഗം, ആർത്രൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വലത്തെ കൈ ഭൂമിയിൽ തൊട്ടാൽ ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിന് സംരക്ഷണം ഉണ്ടാവും എന്ന് ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചു. അതിനകത്തൊരു സയൻസ് ഉണ്ട്.
പ്യുവർ സയൻസ്. ഇതേപോലെ ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ ഒരു സയൻസ് ഉണ്ട്. ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ ഒരു സയൻസ് ഉണ്ട്. അതില് രണ്ട് രീതിയിലുള്ള സയൻസ്. ഒന്ന് ഭൂമിയെ നശിപ്പിക്കാതിരിക്കുക, രണ്ട് ഭൂമിയെ നിലനിർത്തുന്നതിനെ സംരക്ഷിക്കുക. ഒന്ന് ഭൂമിയെ നശിപ്പിക്കാതിരിക്കുക, രണ്ട് ഭൂമിയെ ഇതേപോലെ നിലനിർത്തുന്നതിനെ സംരക്ഷിക്കുക. അത് നമ്മളുടെ വേദമന്ത്രങ്ങളിലുണ്ട്. നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാം ഏവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു വക്താരം. വായുവിനെ സംരക്ഷിക്കുക. കാരണം വായു ജീവനെ നിലനിർത്തുന്ന ഒന്നാണ്. അപ്പൊ വായുവിനെ മലിനീകരിക്കാതിരിക്കുക. വായുവിനെ മലിനീകരിക്കാതിരിക്കാൻ ഒരാൾട്ടർനേറ്റീവ് ഇത്രയും വാഹനങ്ങളിൽ നിന്നുള്ള പുക ഒഴിവാക്കുക സാധിക്കുന്ന തോന്നണ്ടോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കില്ല, ദൈവാനുഗ്രഹം കൊണ്ട് ചിന്തിക്കാനും പറ്റില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കില്ല, ദൈവാനുഗ്രഹം കൊണ്ട് ചിന്തിക്കാനും പറ്റില്ല. അത്രയും കാറുകളും വണ്ടികളും റോട്ടിലുണ്ട്. അപ്പൊ വായുവിനെ ഈശ്വര തുല്യമായി നിലനിർത്തണമെങ്കിൽ ഇനി 1,00,000 രൂപയ്ക്ക് ഒരു കാറ് വരുന്നുണ്ട്. അതും കൂടി വന്നാൽ നാനോ കാർ. ഇവിടെ മൊത്തം കാറിന്റെ ആയി. പിന്നെ ഒരു കാർ അങ്ങോട്ട് കൊടുത്താൽ 2 കാർ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടം. അപ്പോ അങ്ങനെയും കൂടി വന്നാൽ വായുവിന്റെ പരിശുദ്ധി നിലനിർത്താൻ സാധ്യമല്ല. അപ്പൊ പിന്നെ വായുവിന്റെ പരിശുദ്ധി നിലനിർത്താൻ ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഗോപാലകൃഷ്ണ? പറ്റുമല്ലോ സാറേ, എന്താ ചെയ്യാ? ഈ സർപ്പക്കാവുകള്, ഈ വൃക്ഷങ്ങള്, ഇതിനെ ഒന്ന് സംരക്ഷിച്ചു നോക്കാം. ഒരാൽമരം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ റേഡിയസിലുള്ള പ്രദേശത്തേക്ക് 160 കിലോമീറ്റർ ഉയരം, 160 മീറ്റർ അല്ല, 160 കിലോമീറ്റർ ഉയരം, 7 കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാവർക്കും ആവശ്യമായ ഓക്സിജൻ ഒരാൽമരത്തിന് കൊടുക്കാൻ സാധിക്കും. ഒന്നുകൂടി ആവർത്തിക്കണം. ആൽമരം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ റേഡിയസില് ചുറ്റളവ് എത്ര ലക്ഷം ആൾക്കാരുണ്ടെങ്കിലും, അതിന്റെ മുകളിൽ 160 കിലോമീറ്റർ ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊടുക്കാൻ ആ ആൽമരത്തിന് സാധിക്കും. അപ്പൊ ഈ വായുവിനെ ശുദ്ധീകരിക്കാൻ നാനോ കാർ ഉൾപ്പെടെ ഉള്ളതിനെ ബാൻ ചെയ്തുകൊണ്ട് സാധിക്കില്ല. സ്കൂട്ടറും മോട്ടോർ സൈക്കിളും ബാൻ ചെയ്യാൻ സാധ്യമല്ല. സാധിക്കുന്ന എളുപ്പ വഴി മരങ്ങള്, ആൽമരങ്ങൾ ഓരോന്നും വെച്ച് പിടിപ്പിക്കുക. ശരിക്കു പറഞ്ഞാൽ 33 ഡിഗ്രി ടെമ്പറേച്ചർ കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ ചെടികൾ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ 47 എത്തിയേനെ. അപ്പൊ താപത്തിന്റെ അളവില് നമുക്ക് സുഖം തരുന്നത്, ഭൂമിയെ നിലനിർത്തുന്നത്, ജീവജാലങ്ങളെ നിലനിർത്തുന്നത്, ഒരേ കുടുംബത്തിന്റെ അംഗങ്ങളായ നമ്മളെ നിലനിർത്തുന്നത്, ഇവിടെ എല്ലാ നന്മകളും വരുത്തുന്നത് നമുക്ക് സാധിക്കാൻ എളുപ്പവഴി ഈ വൃക്ഷങ്ങളെ വെച്ചുപിടിപ്പിക്കുക, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ നശിപ്പിക്കാതിരിക്കുക. 2 കാര്യം, 2 ഓൾട്ടർനേറ്റീവാ ഉള്ളത്. ഒന്നുകിൽ വൃക്ഷം നശിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ വെച്ചുപിടിപ്പിക്കുക. അപ്പൊ ചെടികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് വായുവിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ശുദ്ധീകരണം. നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാം ഏവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു അവതു വക്താരം. അഗ്നി, താപം. ആ താപത്തെ നിയന്ത്രിക്കുന്നതിന് ഇതേ ചെടികൾക്കാണ് സാധിക്കുക. ആലോചിച്ച് നോക്കാം. 1 ഗ്രാം വെള്ളം ഞാനിവിടെ തുറന്നു വെച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ എനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ട് വെച്ചിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത് കവർ ചെയ്തിരുന്നു. ഞാൻ കയ്യിന്റെ ആക്ഷൻ എടുത്തപ്പോൾ അത് തട്ടിപ്പോയി. ഇപ്പൊ നേരെ കുറച്ച് വെള്ളം താഴത്തേക്ക് പോയി, ബാക്കിയുള്ളത് ആവിയായും പോയി. അപ്പൊ 1 ഗ്രാം വെള്ളം ആവിയായി പോകുമ്പോ 537 കലോറി താപമാണ് അന്തരീക്ഷത്തിൽ നിന്ന് കുറയുന്നത്. 1 ഗ്രാം വെള്ളം ആവിയാവുമ്പോ 537 കലോറി താപം ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ ആയിട്ട് മാറും.
എത്ര ലിറ്റർ വെള്ളമാണ് ഓരോ മരത്തിൽ നിന്നും ആവിയായി പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മളുടെ കാലാവസ്ഥ ഇങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നത്, ചൂട് നിലനിർത്താൻ സാധിക്കുന്നത്, ഇത്രയും കുറച്ച് നിലനിർത്താൻ സാധിക്കുന്നത് ഈ വൃക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഡൽഹിയിലെ ടെമ്പറേച്ചർ 47 ആവാൻ കാരണം വൃക്ഷങ്ങൾ ചുറ്റും ഇല്ല. ഹൈദരാബാദിലെ 44 ആവാൻ കാരണം ചുറ്റും വൃക്ഷങ്ങളില്ല. എവിടെയൊക്കെ വൃക്ഷങ്ങളുണ്ടോ അവിടെ എല്ലാം 33, 34 നമുക്ക് വിയർക്കുമെങ്കിലും അവിടെ. അപ്പൊ ഈ വൃക്ഷങ്ങൾക്കൊരു റോളുണ്ട്. അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാം, അന്തരീക്ഷ താപനില നിർത്താം. മൂന്നാമത്തെ ഒരെണ്ണം, അത്ഭുതകരമായൊരു കാര്യം, നിങ്ങളിൽ നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കറിയാം. പണ്ട് ദിവസവും പേപ്പറിൽ ഒരു വാർത്ത വരുമായിരുന്നു ഇല്ലേ? ഓസോൺ ദ്വാരം ഇന്ത്യക്ക് മുകളില്, കേരളത്തിന്റെ മുകളില്, അന്റാർട്ടിക്കയുടെ മുകളില് 320 കിലോമീറ്റർ റേഡിയസിലാണ് ഓസോൺ സുഷിരം, ഓസോൺ ദ്വാരമുള്ളത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കേൾക്കണുണ്ടോ? അത് ദൈവാനുഗ്രഹം കൊണ്ട് കേൾക്കാറില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് കേട്ടാൽ ബോധറിയാറില്ല. എന്താ കാരണം എന്നറിയോ? ആ ഓസോൺ ദ്വാരം തന്നെത്താനെ അടഞ്ഞു. കണക്ക് പ്രകാരം, ഞാൻ മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു, കണക്ക് പ്രകാരം 1993, 92, 93 ശരിക്ക് 200 ഡോപ്സൺ യൂണിറ്റ് ഓസോൺ ഉണ്ടായിരുന്നു. 200 ഡോപ്സൺ യൂണിറ്റ്. 1947 350 ഉണ്ടായിരുന്നു ഓസോൺ. 1990 ആയപ്പോ 250 ആയി. 2005 ആവുമ്പോൾ, ഇപ്പൊ 2008 ആയി, 2005 ആവുമ്പോൾ കേരളത്തിന്റെ മുകളില് ഓസോൺ 35 യൂണിറ്റ് ആയിട്ട് കുറയുന്നായിരുന്നു പ്രവചനം. 35 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞാൽ ഞാനും നിങ്ങളും ഒന്നില്ലെങ്കിൽ ചത്തുപോവും അല്ലെങ്കിൽ മരിച്ചു പോവും. 35 യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണം സംഭവിക്കും, ഉറപ്പാ. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ചത്തില്ല? നമ്മളിപ്പോ 2008 ആയില്ലേ, 2005 കഴിഞ്ഞല്ലോ. എന്താ ചാവാതിരിക്കാൻ കാരണം? ഈ ഓസോൺ ഹോൾ തന്നെത്താനെ അടഞ്ഞു. ആരടച്ച് അറിഞ്ഞൂടാ. ഏതായാലും കേരളത്തെ ഭരിക്കുന്നവരുമല്ല, നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്നവരുമല്ല. ഇത് അടഞ്ഞു. അതുകൊണ്ട് ആ വിഷയം ഇപ്പൊ ആരും ചർച്ച ചെയ്യാത്തത് എന്ന് മനസ്സിലാക്കി. ഈ അടയാനുണ്ടായ കാരണം എന്ത്? ഒന്ന്, ഓസോണിനെ നശിപ്പിക്കുന്ന സാധനം നമ്മൾ ഉപയോഗിക്കൽ നിർത്തി. ഓസോണിനെ ഇല്ലാതെയാക്കുന്ന സാധനങ്ങളാണ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ ഫ്രിഡ്ജിൽ ഉപയോഗിച്ചിരുന്ന ഫ്രിയോൺസ്. അതിപ്പോ ലോകത്തിൽ ബാൻ ചെയ്തു. മാത്രല്ല, ഓസോണിനെ നിലനിർത്തുന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ അങ്ങ് വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി. കാലിഫോർണിയയിലൊക്കെ പോയാൽ മോളിൽ കൂടെ പറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ഏരിയ 4-5 ലക്ഷം ഹെക്ടാർ മൊത്തം ആര്യവേപ്പാ. 4-5 ലക്ഷം ഹെക്ടാർ ആര്യവേപ്പാണ്. കാലിഫോർണിയയിൽ കാടുകൾ അത്ര ഉണ്ടെങ്കിലും ഈ ആര്യവേപ്പ് അത് ഇന്ത്യയിലും അങ്ങ് വെച്ച് കോടിക്കണക്കിന് സാപ്ലിങ്സ് അതേപോലെ തന്നെ മറ്റു വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. പരിണത ഫലം ഓസോൺ സ്റ്റെബിലൈസ്ഡ് ആയി. ഇത് നമുക്ക് പഠിക്കേണ്ട പാഠം, അറിയേണ്ട പാഠം. അതുപോലെ തന്നെ നമ്മള് ശാർങ്ങധരന്റെ വൃക്ഷസംഹിതയിൽ പറയാറുണ്ട്, ദശകൂപ ഏകവാപി, ദശവാപി ഏകനദി, ദശനദി ഏകപുത്ര, ദശപുത്രോ ഏകവൃക്ഷ. അറിയാം എന്ന് ഞാൻ വിചാരിച്ചു. ദശവാപി ഏകനദി, ദശകൂപ ഏകവാപി. 10 കിണറ് ഒരു കുളത്തിന് തുല്യാണ്. ദശകൂപ ഏകവാപി, ദശവാപി ഏകനദി. 10 കുളം ഒരു നദിക്ക് തുല്യാണ്. ദശനദി ഏകപുത്ര, 10 നദി ഉണ്ടാക്കുന്നത്, നല്ല ഒരു സത്പുത്രനെ ഉണ്ടാക്കുന്നത്. ദശപുത്രോ സമാവൃക്ഷ അല്ലെങ്കിൽ ഏകവൃക്ഷ. 10 നന്മ നിറഞ്ഞ കുട്ടികൾക്ക് തുല്യമാണ് ഒരു വൃക്ഷം. അപ്പൊ നമ്മുടെ വൃക്ഷത്തെ കുറിച്ചുള്ള വീക്ഷണം എത്ര ക്ലിയറായി. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം അറിയാവുന്നവര് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിം സ്വേത്വനം കൗസവൃക്ഷ ആസീത് കഥമിച്ഛേത് കഥാസീത് യദധിഷ്ഠാനമരംഭണം. ആ വൃക്ഷത്തെ നോക്കൂ മകനെ. കഥമിച്ഛേത്, ആ വൃക്ഷം അവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രദേശം എങ്ങനെ ഉണ്ടായിരുന്നു? കഥാസീത്, ആ വൃക്ഷം അവിടെ വന്നതിന് ശേഷം ഈ പ്രദേശം എങ്ങനെയായി മാറി? ശിക്ഷ സഖേഭ്യ ഹവിഷിസ്വധാവ
സ്വയം യജസ്വ ധന്വം പ്രധാന ശിക്ഷാ സഖിഭ്യ. ആ ചോദ്യം ചോദിക്കാം, ആ വൃക്ഷം എങ്ങനെ അവിടെ വന്നു? അത് വരുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് വന്നതിന് ശേഷം ആ പ്രദേശത്തിലുണ്ടായ മാറ്റം എന്ത്? ശിക്ഷാ സഖിഭ്, മറ്റുള്ളവരുമായി ചേർന്നിരുന്ന് പഠിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് സ്വയം ഉയരുക, വളരുക എന്ന് പറഞ്ഞ വേദമന്ത്രങ്ങള്, വൃക്ഷങ്ങള് എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. നമ്മുടെ വൃക്ഷായുർവേദത്തില് ഗംഭീരമായിട്ട് സമൂഹത്തിൽ വൃക്ഷങ്ങളുടെ സ്ഥാനം പറയുന്നു. സയൻസും വൃക്ഷങ്ങൾക്ക് അതേപോലെ സ്ഥാനം നൽകുന്നു. ഇത് വൃക്ഷങ്ങളുടെ കഥയാണെങ്കിൽ കാവുകളുടെ കഥ എന്താണ്? കേരളത്തില് രണ്ടു പേരാ കാവുകളെ PhD എടുത്തിരിക്കുന്നത്. 2 പേര് കേരള യൂണിവേഴ്സിറ്റിയിൽ കാവുകളിൽ PhD എടുത്തിട്ടുണ്ട്. തീസിസ് സബ്മിറ്റ് ചെയ്ത ദിവസം അവരെ യുനെസ്കോ ഏറ്റെടുത്തു. UNOയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് 2 പേര് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഫിലിപ്പീൻസില് ഇന്റർനാഷണൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില്. അവരുടെ പ്രധാന പ്രോജക്റ്റ് ലോകം മുഴുവനും സർപ്പക്കാവുകൾ ഉണ്ടാക്കാം. ലോകം മുഴുവനും സർപ്പക്കാവുകൾ ഉണ്ടാക്കാം. അവര് സർപ്പക്കാവ് എന്നുള്ള വാക്കല്ല പണ്ട് ഉപയോഗിച്ചിരുന്നത്, ഇപ്പൊ തുടങ്ങി ഉപയോഗിക്കാൻ. കാവ് എന്ന് തന്നെ ഉപയോഗിക്കാം. ഞാനത് എടുത്തു പറയാൻ കാരണം ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഋഷികേശിലായിരുന്നു ഞാൻ മിനിഞ്ഞാന്ന് വന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഇന്റർനാഷണൽ ആയുർവേദ സെമിനാറിൽ 550 പേര് പങ്കെടുത്തു. 370 പേര് ഫോറിനേഴ്സ് ആയിരുന്നു, 26 രാജ്യങ്ങളിൽ നിന്ന്. അവരെല്ലാം ഉപയോഗിച്ച വാക്ക് കാവെന്ന് തന്നെയാ. മൈക്രോ ഫോറസ്റ്റ് എന്നല്ല ഉപയോഗിച്ചത്. ഈ തീസിസ് എഴുതിയവർ ഉപയോഗിച്ചത് മൈക്രോ ഫോറസ്റ്റ് എന്നാ. സർപ്പക്കാവുകൾക്ക് ഉപയോഗിച്ചത് മൈക്രോ ഫോറസ്റ്റ് എന്നാ. ഇപ്പൊ ഫോറിനേഴ്സ് ഉപയോഗിക്കുന്നത് കാവുകൾ എന്നാ. രസകരമായിട്ടുള്ള വേറൊരു അനുഭവം കൂടി അവിടെ ഉണ്ടായി. ആയുർവേദത്തെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വേളയില് ഒരാള് പറഞ്ഞു, ഒരു വൈദ്യനായാൽ മാത്രം പോരാ, മരുന്ന് കൊടുത്താൽ മാത്രം പോരാ, കൈപുണ്യവും കൂടി ഉണ്ടാവണം എന്ന് പറഞ്ഞു. കേട്ടോണ്ടിരുന്ന ആള് പറഞ്ഞു, അത് ഇന്ത്യയിൽ ചെലവാവില്ല, അത് അമേരിക്കയിലേ ചെലവാവുള്ളൂ. ഏത് കൈപുണ്യം എന്ന വാക്ക് ഇന്ത്യയിൽ ചെലവാവില്ല, അത് അമേരിക്കയിലേ ചെലവാവുള്ളൂ. കാരണം അവര് ശരിക്കുള്ളത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കുള്ളത് കളയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൈപുണ്യം എന്ന വാക്കിന് അത്ര ബഹുമാനം ഇല്ല. അവിടെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിപ്പോ. ഇവിടെ കൈപുണ്യം എന്ന് പറഞ്ഞാൽ അവർ അത് തന്നെയാ പലപ്പോഴും ഉപയോഗിക്കാം. ഇത് തന്നെയാണ് നമുക്കിവിടെ സർപ്പക്കാവുകൾ, മൈക്രോ ഫോറസ്റ്റ്. ഭൂമി ഉണ്ടായിരുന്ന കാലത്ത്, ആദ്യകാലങ്ങളില് ഓരോ പ്രദേശവും എങ്ങനെയാണോ പരസ്പരം സഹകരിച്ച് ജീവിച്ചത്, അതിന്റെ പ്രതീകമാണ് സർപ്പക്കാവുകള്. ഒന്നുകൂടി ഞാൻ പറയാം. പണ്ട് മനുഷ്യൻ കയറാത്തൊരു പ്രദേശത്ത് എല്ലാ വൃക്ഷങ്ങളും വളരുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ വൃക്ഷങ്ങളെല്ലാം പരസ്പരം സഹകരിച്ച വളരുക. സഹകരിക്കാത്ത ഒരേ ഒരു വൃക്ഷമാണുള്ളത്, പുളിമരം സഹകരിക്കില്ല. പുളിമരത്തിന്റെ ചുവട്ടിൽ ഏത് വൃക്ഷം വളർത്തിയാലും പുളിയുടെ ഇല അലലോ കെമിക്കൽസ് എന്ന ഒരു വിഷമുണ്ടാക്കി മോളിന്ന് താഴത്തേക്ക് ഇടും. ആ ഇല താഴത്തേക്ക് വീണാൽ ഈ മരം ചത്തുപോകും. ഒരു തരത്തിലും പുളിമരം അതിന്റെ ചുവട്ടിൽ ഒന്നിനും വളരാൻ അനുവദിക്കില്ല. പുല്ല് പോലും പലപ്പോഴും വളരാൻ അനുവദിക്കില്ല. അലലോ കെമിക്കൽ എന്ന വാക്കിന്റെ അർത്ഥം ശത്രുതയുണ്ടാക്കുന്ന രാസവസ്തു എന്നാണ്. മറ്റെല്ലാ ചെടികളും പരസ്പരം സഹകരിച്ച വളരുക. അതുകൊണ്ട് നമ്മളുടെ സർപ്പക്കാവുകളില് എല്ലാ വൃക്ഷവും, മുകളിലത്തെ വൃക്ഷം അത് പൂക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ ചുവട്ടിലത്തെ പുല്ല് പൂക്കുക. കാരണം ആ വൃക്ഷത്തിന് പരാഗണം ചെയ്യാൻ വരുന്ന അതേ ഈച്ചയായിരിക്കും ഇവിടെയും പരാഗണം ചെയ്യുക. പരസ്പരം സഹകരിച്ച വളരുക. അതുപോലെ പുല്ലുകൾ നല്ല വേനൽക്കാലത്ത് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ വലിയ വൃക്ഷങ്ങള് മണ്ണിന്റെ അടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് പച്ചയില കൊഴിയും. പച്ചയില കൊഴിഞ്ഞ് അതിന്റെ വെള്ളം കൊണ്ട് പുല്ലുകൾ നിലനിർത്തും. വലിയ വൃക്ഷവും ചെറിയ വൃക്ഷവും. അപ്പൊ ശരിക്കു പറഞ്ഞാൽ കാട് എന്ന് പറയുന്നത്, മൈക്രോ ഫോറസ്റ്റ് എന്ന് പറയുന്നത്, സർപ്പക്കാവ് എന്ന് പറയുന്നത് ട്രെയിനിനകത്ത് യാത്ര ചെയ്യുന്ന 900 യാത്രക്കാരെ പോലെയുള്ള സമൂഹമല്ല. മറിച്ച് വീട്ടിനകത്ത് അമ്മയും അച്ഛനും ഭാര്യയും മക്കളുമായിട്ട് സമൂഹത്തിൽ കഴിയുന്നത് പോലെ ഒരു ബന്ധത്തിലാണ് കാടിനകത്ത് കഴിയുക. ട്രെയിനിനകത്ത് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല.
ഇന്ന് രാവിലെ കയറി നാളെ പോയിട്ട് മറ്റന്നാളെ രാവിലെ ഡൽഹിയിലെത്തും. ആ സമയത്ത് കപ്പലണ്ടി മിഠായിയോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ കുടിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റന്നാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബന്ധം തീർന്നു. പിന്നെ നമ്മൾ ബന്ധമൊന്നുമില്ല. അവിടെ സോഷ്യൽ ബോണ്ടേജ് ഇല്ല. വീട്ടിനകത്ത് അതല്ല, ഫാമിലി ബോണ്ടേജ് ഉണ്ട്, സോഷ്യൽ ബോണ്ടേജ് ഉണ്ട്. സർപ്പക്കാവിനകത്തും സോഷ്യൽ ബോണ്ടേജ് ഉണ്ട്. ഇപ്പൊ സർപ്പക്കാവ് എന്ന് പലരും പറയുന്ന കുറെ മരത്തിന്റെ കൂട്ടമല്ല സർപ്പക്കാവുകൾ. W ക്രിസ്റ്റി എന്ന് പറഞ്ഞ അതിപ്രഗത്ഭനായ ഇംഗ്ലണ്ടിലെ ശാസ്ത്രജ്ഞൻ 40 വർഷം കാട്ടിൽ താമസിച്ചു. 40 വർഷം കാട്ടിൽ താമസിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട്, ദ ഫോറസ്റ്റ് വിച്ച് ഈസ് മൈ ഹോം. ദ ഫോറസ്റ്റ് വിച്ച് ഈസ് മൈ ഹോം. ആ കാട് എന്റെ വീടാണ്. ആ കാട്ടിനകത്ത് ഒരു ഞാഞ്ഞൂള് പോലും, ഒരു മൈക്രോബ് പോലും, ഒരു ചൊറിഞ്ഞണം ചെടി പോലും, ഒരു കറുക ഉണ്ടെങ്കിൽ അത്, ചന്ദനമരം, മാവ്, പ്ലാവ് എല്ലാം പരസ്പരം സഹകരിച്ചാ ജീവിക്കാം. ആ സഹകരിച്ച് ജീവിക്കുമ്പോൾ അതിന്റെ അകത്ത് ജീവിക്കുന്ന ഓരോ മരത്തിനും എന്തിന്റെയെങ്കിലും കുറവുണ്ടെങ്കിൽ മറ്റേ മരം അത് പരിഹരിച്ചു കൊടുക്കുന്നുണ്ടാവും. അതാണ് ശരിക്ക് ആദിമ ഭൂമി മനുഷ്യൻ കാലുവെക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ നിലനിന്നിരുന്നത് അതിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തില് സർപ്പക്കാവുകള്. ശരിക്ക് വിതുരൻ ധൃതരാഷ്ട്രർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങ് ചെയ്തത് അനീതിയാണ്, അധർമ്മമാണ്. അങ്ങ് ഓർമ്മിക്കണം, പ്രകൃതി കാട്ടില് എന്തിനാണ് പുലിയെയും സിംഹത്തെയും പാമ്പുകളെയും നിലനിർത്തുന്നത്? എന്തുകൊണ്ട് ഈ പുലിയെയും സിംഹത്തെയും കാട്ടിനെയും നാട്ടില് വളർത്താൻ പ്രകൃതി അനുവദിച്ചില്ല? അതിന് കാരണം കാട് സംരക്ഷിക്കേണ്ടത് നാട്ടിലുള്ളവരുടെ ആവശ്യമാണ്. ആ നാട്ടിലുള്ളവരെ കാട് നശിപ്പിക്കാതിരിക്കാൻ കാട്ടിനകത്ത് ഹിംസ്ര ജന്തുക്കൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്, ഇവരവിടെ പോകാതിരിക്കാൻ. അതുകൊണ്ട് കാടിന്റെ സംരക്ഷകരാണ് പുലിയും സിംഹവും. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഈ സമൂഹത്തിന്റെ, ഈ ഹസ്തിനപുരത്തിന്റെ സംരക്ഷകരാണ് പാണ്ഡവര്. ആ പാണ്ഡവരെ അങ്ങ് കാട്ടിലേക്ക് അയച്ചു, നീചകൃത്യം ചെയ്തു. അപ്പൊ കാടിനെ സംരക്ഷിക്കാൻ പ്രകൃതി എടുത്തിരിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള സംവിധാനമാണ് കാടിന്റെ പട്ടാളക്കാരായ ഈ പുലിയും സിംഹവും മറ്റുള്ളതെല്ലാം. ആ കാടിന്റെ പ്രതീകമാണ് നമ്മളുടെ സർപ്പക്കാവുകൾ. സർപ്പക്കാവിനകത്ത് ചെല്ലുമ്പോൾ സർപ്പങ്ങളെ നമ്മൾ വെക്കാറുണ്ട്. എന്താ കാരണം? ഈ വിതുരൻ പറഞ്ഞ മാതിരി തന്നെയാ. അതിനെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അതിനകത്ത് പാമ്പുണ്ട്. അതിനകത്ത് പാമ്പുണ്ട്, അപ്പൊ അതിനകത്തേക്ക് കയറില്ല. അതിനകത്ത് പുലിയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്താ കാരണം? പുലിക്ക് ആ ചുറ്റുപാടും കഴിയാൻ പറ്റുന്നതല്ല. പുലിക്ക് കുറച്ചും കൂടി സ്ഥലം വേണം. നമ്മുടെ സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ അത് മതി, പക്ഷെ അല്ലാത്ത സ്ഥലമാണെങ്കിൽ മതിയാവില്ല. അപ്പൊ യഥാർത്ഥത്തില് ഒരു സർപ്പ വിഗ്രഹം വെച്ച്, സർപ്പത്തിനെ വെച്ച്, സർപ്പത്തിന്റെ എല്ലാം കൊടുത്ത് ഒരു സർപ്പക്കുളം ഉണ്ടാവും. സർപ്പക്കുളം വെട്ടാൻ പാടില്ല. കാരണം ആ വെള്ളവും അതിലുള്ള ജീവികളും ഈ മരങ്ങളും ഇവിടെയുള്ള സർപ്പത്തിന്റെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ കരം അതിനകത്തെത്താൻ പാടില്ല. അപ്പൊ സർപ്പക്കുളത്തിനും സർപ്പക്കാവിനും ഒരു പ്രദേശത്തിന്റെ അന്തരീക്ഷ തുലനാവസ്ഥ, ബാലൻസിങ് ഓഫ് ദ എൻവയോൺമെന്റ് ആൻഡ് അറ്റ്മോസ്ഫിയർ, പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് അതിനകത്തുള്ളത്. ആ പ്രദേശത്തിന്റെ വനദേവതയാണത്. അതുകൊണ്ടാണ് നമ്മൾ വനദേവതയെ ആരാധിക്കാൻ തുടങ്ങിയത്. ചില രാഷ്ട്രീയക്കാര് വരെയും പൂമൂടൽ നടത്തുന്നത് എന്തുകൊണ്ടാ? ഈ പൂമൂടൽ നടത്താൻ കാരണം അതാണ്, മറ്റേനേക്കാളൊക്കെ നല്ലതെന്ന് മനസ്സിലായി തുടങ്ങി. അപ്പൊ ശരിക്ക് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അറിഞ്ഞും അറിയാതെയും നമുക്ക് ഈ ഇന്നത്തെ കാലമായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാൻ പറ്റും. വനദേവതാ സങ്കല്പം. വനദേവതയ്ക്ക് മാത്രം മുകളിൽ കവറിങ് പാടില്ല. കാരണം എന്താ? വനദേവതയ്ക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നായിരിക്കേണ്ടത്. അപ്പോ ബൈഫർക്കേഷൻ പതിവില്ല, ഓപ്പൺ ആയിട്ടാ വേണ്ടത്. അപ്പൊ വനദേവതാ സങ്കല്പം ആ വാക്കിൽ തന്നെ എത്ര ഭംഗിയായിട്ടാണുള്ളത്. അതുപോലെ തന്നെ സർപ്പക്കാവിന്റെ സങ്കല്പം, സർപ്പക്കുളത്തിന്റെ സങ്കല്പം, അതിനകത്ത് വളരുന്ന ശരിക്ക് ഒരു വലിയ പനമരം ഉണ്ടാവും. എല്ലാ അമ്മൂമ്മമാരും ഒരു കഥയും കൂടി അതിനകത്തേക്ക് ചേർക്കും. ഏതാ കഥ ചേർക്ക?
അറിയാലോ ഇല്ലേ? പണ്ടൊരപ്പൂപ്പൻ എന്നും മുറുക്കാൻ മേടിച്ചുകൊണ്ടിരുന്ന കൊച്ചുമകളാ. കൊച്ചുമകൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കടയിൽ ചെന്ന് ഫ്രഷ് ആയിട്ടുള്ള വെറ്റിലയും അടക്കയും പുകലൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഒരു ദിവസം ഒരു അതിഥി ഈ വീട്ടിലേക്ക് വന്നു. അതിഥി വീട്ടിലേക്ക് വന്ന് ഈ കൊച്ചുമകൾ ചെന്ന് മുറുക്കാൻ മേടിച്ചു കൊണ്ടുവരുന്നത് കണ്ടു. അയ്യോ, ഇത്ര കൊച്ചുകുട്ടിയാ! ആ ദേവകിയമ്മ തൂങ്ങി മരിച്ച പാലമരത്തിന്റെ ചുവട്ടി കൂടെ ചെന്ന് മുറുക്കാൻ മേടിക്കുന്നത്. അന്നത്തോടുകൂടി ആ കുട്ടി പോവല് നിർത്തി.